ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മലമ്പുഴ ഡാമിലേക്ക് പോയ ഒരു കുഞ്ഞു വ്ളോഗിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായി ഞാനിങ്ങനെ ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. നമ്മളൊരു സാറ്റർഡേ ആണ് പോകുന്നത്. നല്ല മഴയായിരുന്നു, എന്ന് വെച്ചാൽ മഴയുള്ള ദിവസമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അതുപോലെ മഴ. പിന്നെ നമ്മൾ കുറേ നാളായി മലമ്പുഴയ്ക്ക് പോയാലോ എന്നിങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി. ആ റൈറ്റ് സൈഡ് കാണുന്നതാണ് ലുലു മാൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് വ്യൂ ആവുമെന്ന് എനിക്കറിയില്ല. കൊച്ചി ലുലു മാളിൻ്റെ അത്രയും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലുലു ആണ് കേട്ടോ. എനിക്ക് പുറമേ നിന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ നമ്മൾ മലമ്പുഴ എത്തി. ഇതാണ് പാർക്കിംഗ് സ്പേസ് വരുന്നത്. കുറച്ചപ്പുറത്ത് തന്നെ വേറെയും ഉണ്ട്. നമ്മളവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. അത് ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെ മുതിർന്നവർക്ക് 30 റുപ്പീസും ചെറിയ കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡാമിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഗാർഡനാണ് വരുന്നത്. ഗാർഡൻ ഒരു വിശാലമായ ഏരിയ തന്നെയുണ്ട്. കണ്ടില്ലേ, മഴ കാരണം ആകെ മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത്. അത്യാവശ്യം വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ആകെ പുക പോലെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇരിക്കുന്നത്, കണ്ടോ? അതുപോലെ മഴയായിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും തിരക്ക് എക്സ്പെക്റ്റ് ചെയ്തില്ല, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഈ ഗാർഡൻ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒത്തിരി ജോലിക്കാരുണ്ട് കേട്ടോ. അവരാണെന്ന് തോന്നുന്നു ഓരോ ഡിസൈനിലൊക്കെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ആരെങ്കിലും മലമ്പുഴ വിസിറ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊരു 1 ടൈം കാണേണ്ട ഒരു പ്ലേസാണ് കേട്ടോ. കാരണം ആ ഡാം ഇടുക്കി ഡാം പോലെ തന്നെ സൂപ്പറാണ്. അതിന് ഭംഗി, അത് കെട്ടി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ നേരെ ഡാമിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ ഇവിടെ കേബിൾ കാറും ഉണ്ട്. ഇങ്ങനെ മുകളിൽ കൂടെ പോകുന്ന കേബിൾ കാറും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൽ ട്രാവൽ ചെയ്യുവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്ന ഡാമിൻ്റെ ഫുൾ വ്യൂവും ഗാർഡൻ്റെ ഫുൾ വ്യൂവും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളതിലൊന്നും കയറിയില്ല, കാരണം നടക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കേബിൾ കാറിൽ എനിക്കത്ര സേഫായിട്ടും തോന്നിയില്ല, അതുകൊണ്ടാണ് കേട്ടോ കയറാഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ ഷട്ടർ ഓപ്പൺ ചെയ്ത ഭാഗത്തേക്ക് പോവുകയാണ്. ശരിക്കും നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൂടെ പോവുകയാണെങ്കിൽ ഇത്രയും നടക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ നേരെ തൂക്കുപാലെല്ലാം ക്രോസ് ചെയ്താണ് കേട്ടോ പോയത്. പിന്നെ ഇത് എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു ബട്ടർഫ്ലൈ സ്റ്റാച്ചു ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞവിടെ നിന്ന് ഓരോ പോസ് ചെയ്യുവാണ് ഫോട്ടോ എടുക്കാനായിട്ട്. ഞാനും അവിടെ നിന്നായിരുന്നു, കുഞ്ഞും അവിടെ നിന്നായിരുന്നു കേട്ടോ. അത് നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഷട്ടർ ഓപ്പൺ ചെയ്ത പ്ലേസിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ വെള്ളം എല്ലാ ഷട്ടർ ഓപ്പൺ ആയ കാരണം വെള്ളം ഇങ്ങനെ വീഴുന്ന കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഷട്ടർ ഓപ്പൺ ചെയ്തിരിക്കുന്ന വ്യൂ. ഇതാണ് കേട്ടോ തൂക്കുപാലം. ഈ തൂക്കുപാലത്തിൻ്റെ അപ്പുറത്താണ് യക്ഷിയുടെ സ്റ്റാച്ചു ഉള്ളത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു മാർച്ച് ആ ഒരു ടൈമായ കാരണം ഡാമിൻ്റെ ഷട്ടറൊന്നും ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ വറ്റി വരണ്ട ഡാമിനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് നല്ല മഴയും ഷട്ടർ ഓപ്പൺ ആയ കാരണം നല്ലൊരു രസമായിരുന്നു കാണാനായിട്ട്. വെള്ളം ഇങ്ങനെ പോകുന്നത് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ പോയില്ലേ, അത്രയും ഭംഗിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. വെള്ളം പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പുറത്തേക്കൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ യക്ഷിനെ ഞാൻ അത്രയ്ക്ക് അങ്ങ് സൂം ചെയ്യാൻ പോയില്ല. യക്ഷിയുടെ സൈഡൊക്കെ, അതായത് ചുറ്റും മതിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തൊക്കെ പുല്ലും കാടും ആകെ ചെളിയും ഒക്കെ ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഡാമിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ശരിക്കും ഞങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയാൽ മതിയായിരുന്നു. ഇത് ഇത്തിരി ചുറ്റാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ യക്ഷിനൊക്കെ കണ്ട് ഈ വഴിക്ക് തന്നെ അങ്ങ് കയറി പോവാണ്. നടക്കാൻ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ഏരിയ ഉണ്ട് നടക്കാനായിട്ട്. നടന്ന് ശരിക്കും പറഞ്ഞാൽ കാലുവേദന എടുത്തായിരുന്നു. ഇത് കണ്ടു വെള്ളം വരുന്നത്, ശരിക്കും അതിരപ്പള്ളിയിൽ നിന്നൊക്കെ വീഴുന്ന പോലെയില്ലേ. ഇതിൻ്റെ മുകളിൽ കൂടെ കണ്ടു കേബിൾ കാർ പോകുന്നത്. അത് നല്ല നൈസി വ്യൂ ആയിരിക്കും. കാറിൽ പോകുന്നവർക്കൊക്കെ കാണാൻ നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും. ഞങ്ങൾ കയറാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കുഞ്ഞിനെ കൊണ്ട് കയറാൻ എനിക്കത്ര സേഫായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കയറാഞ്ഞത്.
അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ ഡാമിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഡാമിലേക്ക് കയറുന്ന സ്ഥലമാണെങ്കിൽ കുത്തനെയുള്ള സ്റ്റെപ്പാണ് കേട്ടോ. അതൊരു അമ്മയ്ക്ക് കയറാൻ ഭയങ്കര പാടായിരുന്നു. കാരണം പ്രായമായ ആൾക്കാർക്കൊക്കെ ഇത്തിരി കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് നേരെ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറിയാൽ മതിയായിരുന്നു എന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്കത് തോന്നിയത്. കാരണം കയറിയപ്പോൾ നമുക്കറിയില്ലല്ലോ. കാരണം എല്ലാവരും ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരായിരുന്നു. ഞാൻ മാത്രം പണ്ടെങ്ങോ വന്ന ആളാണ്. പക്ഷേ എനിക്ക് ഓർമ്മയൊന്നുമില്ല അന്ന് വന്നത്. ഇത് കണ്ടു, സ്റ്റെപ്പ് ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പാണ്. അതിൻ്റെ മുകളിലേക്ക് കയറാമെന്ന് പറഞ്ഞാൽ ഇതൊരു ടാസ്ക്കായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ മുകളിൽ നിന്ന്, ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ. എൻ്റെ ദൈവമേ, രക്ഷയില്ല. ഗാർഡൻ കണ്ടോ, ആ മലകൾ കണ്ടോ, കുന്നും മലകളും എല്ലാം നല്ല സൂപ്പർ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ ഡാം. മുകളിൽ നിന്നിട്ടുള്ള ഡാമിൻ്റെ ആ ഒരു കാഴ്ച നല്ല രസമല്ലേ. എനിക്കത് കണ്ടപ്പോൾ ഏകദേശം ഇടുക്കി ഡാമും ഇതുപോലെയൊക്കെ തോന്നി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇടുക്കിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇടുക്കി ഡാമിൻ്റെ അതിൽ കൂടെ പോകുന്ന കാരണം എനിക്ക് അതിൻ്റെ ഒരു സിമിലാരിറ്റി. പിന്നെ ഡാമുകളെല്ലാം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ കെട്ടി നിർത്തിയേക്കുന്നത്. ഈ നേരത്തൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് ടൈം അങ്ങ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആൾക്കാരായിരുന്നു കേട്ടോ. ഒരു 3-4 മണിയായിട്ടുണ്ടാവും നമ്മൾ ഡാമിൻ്റെ മുകളിലെത്തി. പിന്നെ ചെറുതായിട്ട് മഴ തൂവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി തിരിച്ച് താഴേക്ക് ഇറങ്ങുവാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. വയലറ്റ് ആമ്പൽ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായി അവിടുത്തെ ഗാർഡനിൽ. അപ്പോൾ നമ്മളിനി പോകുന്നത് നേരെ ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് പാർക്കിൽ കയറണം, ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റൈഡ്സും കാര്യങ്ങളും കുറവായിരുന്നു. കുറേ റൈഡ് കംപ്ലൈൻ്റ് ആയിട്ട് അവർ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമുക്ക് യൂസ്ഫുള്ളായ റൈഡിൽ മാത്രമാണ് കേട്ടോ നമ്മൾ കയറിയത്. ഊഞ്ഞാലയിൽ പിന്നെ അതുപോലെ എല്ലാം ഊഞ്ഞാല മാത്രമായിരുന്നു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കുഞ്ഞും ഹാപ്പി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മലമ്പുഴ വ്ലോഗിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ചെറിയൊരു ചാനലാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.